ഇവ എവിടെ? ഇവ ആ, വീട്ടില. ഇവ ബോർഡിങ്ങില ഗൈസ്. ഇവ ബോർഡിങ്ങില. ഇവനെ എല്ലാം സെറ്റായിട്ട് ഇവനെ പോയി വിളിച്ചിട്ട് വരും. സോ അതാണ് ഇവന്റെ അപ്ഡേറ്റ്സ്. പുതിയ സെർവറോ ഗൈസ്? സെർവർ ഞാൻ സെർവറിന്റെ കാര്യം നിങ്ങളുടെ അടുത്ത് അങ്ങ് പറയാം. അതായത് എൻ്റെ ഒരു അറിവില് ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് എക്സലാൻഡിസ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം റിട്ടേൺ ബാക്ക് കിട്ടാത്ത ഒരു സാധനത്തിന്റെ പുറകെ ഇരിക്കുന്നത് ഇറ്റ്സ് ഔട്ട് ഓഫ് ദ എന്താ പറയാ, അത് ഗെയിമിനോടുള്ള ഒരു പ്രത്യേക ഇഷ്ടം കൊണ്ടായിരിക്കണമല്ലോ ഉറപ്പായിട്ടും ആ ഒരു അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ അതിനകത്തുള്ള സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര പാഷനേറ്റ് തന്നെയാണ് ആ സെർവറിൽ. സോ അവർ ഈ ഒരു സെർവർ പോയി അതിൻ്റെ ഭയങ്കര ഹാർഡ് വർക്ക് ഉണ്ട്, അവരുടെ വർഷങ്ങളായിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട് ഈ ഒരു സെർവറിന്. പക്ഷേ പോയിട്ട് അവരത് ഗിവ് അപ്പ് ചെയ്യത്തില്ല എന്ന് എനിക്ക് ഉറപ്പാ. അവരത് എന്താ പറയുക, കംബാക്ക് അടിക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് അവർ സെർവർ റീസ്റ്റാർട്ട് ചെയ്യും, പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും, ഉറപ്പാ. അല്ലാണ്ട് അവരതിൻ്റെ സെർവർ പോയി ഞാനും പറയട്ടെ, ഒരു സെർവറിനെ ഇത്രയും അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ആർക്കും പിടിച്ചിരിക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ ഇത്രയും എന്താ പറയാ എന്താ പറയാ മാങ്ങയുള്ള മാവിലെ കല്ലെറിയും എന്ന് പറയുന്ന പോലെ, യെസ്, എക്സാലിസിനെ അങ്ങനെ പെട്ടെന്ന് പൊട്ടിക്കാൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളായി എക്സലൻസിന്, ഒരുപാട്. അപ്പോൾ ഒരു അത്രയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തായാലും കുറച്ച് ദിവസം കഴിയും, നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യും. എല്ലാവരും അവര് തിരിച്ചു വരും. ചിൽ 18+ ഇട്ടാണ്. 18+ ഇട്ടല്ലോ. ഓ ഞാനേ ഗൈസ് ഒരു സെക്കൻഡ്. ഓക്കെ, വേറെ സിറ്റി ടി വി ആരും കളിക്കൂലെന്ന ഇവളിപ്പോ പറഞ്ഞ. ആ അത് നമ്മളിരുന്ന് സംസാരിക്കണം, എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക. അത് ഇപ്പൊ അങ്ങനെ ഐ മീൻ സംസാരിക്കണം, അതിനെ പറ്റി സംസാരിച്ചിട്ടില്ല ഇതുവരെ പറഞ്ഞ കേട്ടാ. കാരണം പോണെങ്കിൽ ഞാനേ ഇവിടെയൊക്കെ പോയി തല്ലുണ്ടാക്കാറുള്ളൂ. അതുകൊണ്ടായിരിക്കും ഈകളെങ്ങനെ പറഞ്ഞ. മമ്മി പപ്പയൊക്കെ എവിടെയാ? എറണാകുളം വന്നിട്ട് എല്ലാ അമ്മയും പപ്പ വീട്ടിലുണ്ട്. ഓ സ്റ്റാർ ഗേൾ. ആരാ? ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവരെ കൊണ്ട് ഇന്ന് പുറത്തൊക്കെ പോയി, ലുലുലൊക്കെ പോയി, കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു.